ഡിയേഴ്സ്, ക്രിസ്മസ് എക്സാമിലേക്ക് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ് മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കുന്നത് കണ്ടിന്യൂസ് സീരീസിൽ അല്ലെ. നമുക്ക് അങ്ങനത്തെ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഇവിടെ ഒരു ചോദ്യമുണ്ട്, കാൽക്കുലേറ്റ് മീൻ മീഡിയൻ മോഡ്. 8 മാർക്കിനാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ക്ലാസ് ഇന്റർവൽ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പൊ ക്ലാസ് ഇന്റർവൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ദിസ് ഇസ് കണ്ടിന്യൂസ് സീരീസ് അല്ലെ, ഇത് കണ്ടിന്യൂസ് സീരീസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിച്ചാലോ. ഇവിടെ ഞാൻ മീൻ കണ്ടുപിടിക്കാനുള്ള ടേബിൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇക്വേഷൻ എഴുതിയാൽ മതി. എന്താ ഇക്വേഷൻ? സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ എൻ. സ്മോൾ എൻ ആണ്, ശ്രദ്ധിക്കുക. അപ്പൊ സിഗ്മ എഫ് എം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ എഫ് എം വേണം. എഫ് എം വേണമെങ്കിൽ ആദ്യമേ എം വേണം. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡ് പോയിന്റ്. 10ന്റെയും 0ന്റെയും ഇടയിൽ നമ്പർ എത്രയാണ്? 5 ആണ്. ഇനി 20ന്റെയും 10ന്റെയും 15. അങ്ങനെയാണെങ്കിൽ അടുത്തത് 25 ആയിരിക്കും. അപ്പം 30യുടെയും 40യുടെയും 35 ആണ്. 40യുടെയും 50യുടെയും 45 ആണ്. 50യുടെയും 60യുടെയും 55 ആണ്. 60യുടെയും 70യുടെയും 65 ആണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് എഫിനെ എം കൊണ്ട് ഇൻഡു ചെയ്യാൻ വേണ്ടി പോവാണ്. 4 × 5 20, 7 × 15 105, 10 × 15 25 250, 35 × 14 490, 45 × 8 360, 55 × 5 275, 65 × 2 130 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി സിഗ്മ എഫ് എം എടുക്കാം. സിഗ്മ എഫ് എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ ആണ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ എടുക്കാം. 20 + 105 + 250 490 360 275 130 1630 1630. ഇനി n വേണം. n എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആണ്. സിഗ്മ എഫ് ആണ് n. 4 + 7 + 10 + 14 + 8 + 5 + 2 50 എന്ന് പറഞ്ഞ് കിട്ടും സിഗ്മ എഫ് അല്ലെങ്കിൽ n. അപ്പം 1360 ഡിവൈഡഡ് ബൈ 50. 0 വെട്ടിപ്പോയി. 163നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 32.6 ആണ് മീൻ ആയിട്ട്, അരിത്തമെറ്റിക് മീൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ മനസ്സിലായോ? മീൻ കണ്ടുപിടിക്കുന്നത് കണ്ടിന്യൂസ് സീരീസിൽ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രം മതി. സിഗ്മ എഫ് എം ബൈ എൻ. എഫ് എം എന്ന് പറയുന്നത് എഫിനെ എം കൊണ്ട് ഇൻഡു ചെയ്യുന്നതാണ്. എന്താണ് എം? എം എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് കണ്ടോ? എല്ലാ മിഡ് പോയിന്റ് മിസ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? എഫിനെ ഈ കാണുന്ന ഈ കോളത്തിനെ ഈ കോളം കൊണ്ട് ഇൻഡു ചെയ്തു. പുതിയൊരു കോളം തയ്യാറാക്കി അതെഴുതി. അതിന്റെ ടോട്ടൽ എടുത്തു. അതിന്റെ ടോട്ടലും എഫിന്റെ ടോട്ടലാണ് മിസ് ഇവിടെ എഴുതി വെക്കാം. സ്മോൾ എൻ എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. സിഗ്മ എഫ് ആണ്. അത് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? സിഗ്മ എഫ് എമ്മിനെ ഈ n കൊണ്ട്, അതായത് ഈ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സിമ്പിൾ. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് മീഡിയൻ ആണ് അല്ലെ. മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം. അപ്പൊ 4 അതേപോലെ എഴുതി. എങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്? 4ന്റെ കൂടെ അടുത്തത് 7 കൂട്ടുക, അതാണ് 11. അടുത്തത് 11ന്റെ കൂടെ 10 കൂട്ടുക, 21. 21ന്റെ കൂടെ 14 കൂട്ടുക, 35. 35ന്റെ കൂടെ 8 കൂട്ടുക, 43. 43ന്റെ കൂടെ 5 കൂട്ടുക, 48. 48നോട് 2 കൂട്ടിയാൽ 50. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടത് മീഡിയൻ എന്ന് പറയുന്നത് n/2 ആണ്. അപ്പം ഡിസ്ക്രീറ്റിലും ഇൻഡിവിജ്വലും ഒക്കെ n+1/2 ആണ്. കണ്ടിന്യൂസ് സീരീസിലേക്ക് വരുമ്പോൾ n/2 ആണ്. അപ്പൊ n എന്ന് പറയുന്നത് ഇവിടെ 50 ആണ്. 50 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 25th ഐറ്റം. 25നെ നമുക്ക് എവിടെ ലൊക്കേറ്റ് ചെയ്യാം? 25നെ ഏകദേശം ഈ 35 ഉള്ളിടത്തേക്ക് ലൊക്കേറ്റ് ചെയ്യാം. കണ്ടോ? 35 ഉള്ളിടത്തേക്ക് നമുക്ക് ലൊക്കേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇക്വേഷൻ ആയിട്ടുള്ള L + n/2 - CF ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എച്ച്. വെരി ക്രൂഷ്യൽ ആണ് ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോൾ ഒരു മീഡിയൻ ക്ലാസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലോവർ ലിമിറ്റ് ആണ് L. അപ്പം മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 30 ആണ് L. 30 + n/2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 25 - CF എന്ന് പറയുന്നത് ഈ ക്ലാസിന്റെ CF അല്ല, ഇതിന് മുന്നത്തെ ക്ലാസിന്റെ CF ആണ്. അതായത് 21 ആണ്. ഡിവൈഡഡ് ബൈ എഫ് ഈ ക്ലാസിന്റെ F 14 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ മക്കളെ ക്ലാസ് ഇന്റർവൽ ആണ്. അപ്പൊ എച്ച് എന്താണ്? ക്ലാസ് ഇന്റർവൽ ആണ്. അപ്പൊ നമുക്ക് ചെയ്യാം. 25 - 21 എന്ന് പറയുന്നത് 4 ആണ്. 4നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 0.28 0.28 × 10 എന്ന് പറയുന്നത് 2.8 ആണ്. അപ്പൊ 30 + 2.8 32.8 എന്ന് കിട്ടും മീഡിയൻ.
ഓക്കെ, അപ്പൊ മീഡിയൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. മീഡിയൻ എന്ന് പറയുമ്പോൾ n/2 എന്ന് പറഞ്ഞ ഐറ്റം കണ്ടുപിടിക്കുക. n എന്ന് പറയുന്ന ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആണ് 50 ആണ്. ഓക്കെ, ഇത് നിങ്ങൾ ടോട്ടൽ ചെയ്ത 50 കിട്ടും. അത് നമ്മൾ മോർ ദാൻ CFലും മോർ ദാൻ ഒജീവിലും ലെസ് ദാൻ ഒജീവിലും ഒക്കെ പഠിച്ച കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെയും മിസ് പറയുന്നില്ല, 50 ആണ്. 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 കിട്ടും. ആ 25നെ നമുക്ക് എവിടെ ലൊക്കേറ്റ് ചെയ്യാം? 25ൽ കുറയരുത്, 25ൽ കൂടിയാൽ കുഴപ്പമില്ല. ഇവിടെ 25ൽ കൂടിയാൽ 35 മാത്രമേ ഉള്ളൂ. 43 എടുക്കാൻ പറ്റില്ല, ബിക്കോസ് 35 ഉണ്ടായതുകൊണ്ട്. അങ്ങനെ ഞാൻ ക്ലാസ് ലൊക്കേറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചു. ആ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ് L. n/2 നമ്മൾ കണ്ടുപിടിച്ചു 25. CF എന്ന് പറയുന്നത് ആ മീഡിയൻ ക്ലാസിന്റെ മുന്നത്തെ ക്ലാസിന്റെ CF ആണ്, അത് 21. മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി ആണ് 14, അത് ഞാൻ എഴുതി. ക്ലാസ് ഇന്റർവൽ എന്ന് പറയുന്നത് 30 to 40. ക്ലാസ് ഇന്റർവൽ എന്താണ്? 40 30 അനുസരിച്ച് എത്ര കിട്ടും? 10 ഡിവൈഡ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുക, 32.8 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മോഡ് കണ്ടുപിടിച്ചാലോ? മോഡ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ലൊക്കേറ്റ് ചെയ്യുക. ഇവിടെ 14 ആണ് ഹയസ്റ്റ് ഫ്രീക്വൻസി. അത് ഞാനൊരു ബോക്സ് വരച്ച് വെക്കുകയാണേ. ബോക്സ് വരച്ച് വെച്ചു. ഇനി ഞാൻ ചെയ്യുന്നത് L പ്ലസ് D1 ഡിവൈഡഡ് ബൈ D1 പ്ലസ് D2 ഇൻറ്റു H. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫോർമുല. അപ്പൊ L എന്ന് പറയുന്നത് ലോവർ ക്ലാസ് 30. D1 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ക്ലാസ്സും ഇതിന് മുന്നത്തെ ക്ലാസിന്റെ ഫ്രീക്വൻസി ശ്രദ്ധിക്കുക. ഈ ക്ലാസ്സും ഈ പ്രീ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിയും, അതായത് നമുക്ക് തന്നിരിക്കുന്ന മോഡിന്റെ ക്ലാസ്സും പ്രീ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് D1. അതായത് 14 മൈനസ് 10. 14 മൈനസ് 10 എത്ര കിട്ടും? 4 എന്ന് പറഞ്ഞ് കിട്ടും. പിന്നെ താഴെ ഇക്വേഷനിൽ പിന്നെ D1 ഉണ്ടല്ലോ, അപ്പൊ സെയിം 4 എഴുതുക, പ്ലസ് അതേപോലെ എഴുതി. D2 എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസിയും പോസ്റ്റ് മോഡൽ ക്ലാസ്, അതായത് 14 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാണ്? 8 തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 14 മൈനസ് 8 എന്ന് പറയുന്നത് 6 ആണ്. ഇൻറ്റു വെച്ച് 10 ക്ലാസ് ഇന്റർവൽ. അപ്പം D1 ഉം D2 നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ക്ലാസ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ D1 എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്ത ഫ്രീക്വൻസിയുടെ തൊട്ട് മേലെയുള്ള ഫ്രീക്വൻസിയുമായിട്ടുള്ള ഡിഫറൻസ് ആണ് D1. D2 എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്ത ഫ്രീക്വൻസിയുടെ നേരെ താഴെയുള്ള ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് ആണ് D2 എന്ന് പറയുന്നത്. ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ നമുക്ക് ആഡ് ചെയ്യാം. 30 പ്ലസ് 6 4 10. നമുക്ക് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? 0.4 ആണ് കിട്ടുക അല്ലെ? കാരണം ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടും, വെട്ടിപ്പോവുമല്ലോ. 34 എന്ന് കിട്ടും മോഡ്. അപ്പൊ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 34 ആണ്. അപ്പം ഇങ്ങനെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പബ്ലിക് എക്സാമിലേക്ക് തന്നെ എളുപ്പത്തിലല്ല ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ എളുപ്പത്തിൽ ചെയ്യാം നമുക്കിത്. ഇത്രയും ഇക്വേഷൻസ് മാത്രം കാണാതെ പഠിച്ചു വെച്ചാൽ മതി. അപ്പം ക്രിസ്മസ് എക്സാമിലേക്ക് അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.